السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. قوا يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. صدق الله المولانا العظيم. كلكم راع وكلكم مسؤول عن رعيته. شفيعنا رسول الله صلى الله عليه وسلم. ഇല്ലെന്ന് വന്നാൽ കുട്ടികൾ ഒരു വീട്ടിലെ ബർക്കത്ത് മതിലില്ലെന്നുണ്ടു ഹദീസിലെ. ഉറമുള്ള രീതിയിൽ നീ എപ്പോഴും എടുക്കേണ്ട, അവർക്കെപ്പോഴും അത് ഭാരമാണത് കൊണ്ട. മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ, രുചികാത വിഭവം ഏവനും വെറുക്കുന്നതാ. മയമേ എപ്പോഴും അവരോട് നീ കാട്ടേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. വാലം സയ്യിദന മൗലാന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഞങ്ങളെ മക്കയില്ലാത്തവല്ലേ കൊന്തു മക്കള് ഫളായിൽ. മക്ക എന്ന മനുഷ്യന്മാർ വലിയ ഭാഗ്യക്കാർ. എന്തിക്ക് നല്ല ആഖിറത്തുള്ള ആസ്തി ആക്കോടവനെ, നല്ല ആലിമെല്ലാക്കിയിട്ട്, നല്ല മുതാലിമെല്ലാക്കിയിട്ട്, നല്ല കബറിൽ സന്തോഷത്തിൽ ഉറങ്ങുപോലെ എല്ലാ ഏർപ്പാടാക്കോടും. എൻ്റെ അവർക്കുള്ള പ്രാർത്ഥനയാൽ ഫലം നിനക്കുണ്ട്, അതുകൊണ്ട് കബർ വിശാലമാകലുമുണ്ട്. അങ്ങനെ ദൂരം കൊണ്ട് നീ കബറിൽ ഉറങ്ങിയിട്ട് കബർ എത്ര ദൂരം കിട അത്ര വിശാലമായിട്ട് മക്കളെ പ്രാർത്ഥന കൊണ്ട്. അതുകൊണ്ട് മക്കളോട് ഞങ്ങൾ തയ്യാറാക്കണം മാത്രമല്ല, ഞങ്ങൾ മക്കളെ ആസ്തിയാക്കണം. ഏത് കൊടുത്തിട്ട് ഇൽമുന്നാഫിയ, ധാരാളം ഇൽമ കൊടുത്തിട്ട് മക്കളെ മനസ്സ് കാലി. മക്കളെ മനസ്സെന്തോ ഫുള്ള് കാലി. അതുകൊണ്ട് എന്ത്ര വേണം നടക്കുമ്പോഴത്തേക്കും അള്ളാൻ ഇഷ്ടപ്പെട്ട് നല്ല ധാരാളം നടക്കോ ആക്കണം. എങ്ങനെക്കോണം മാത്ര ആകത്തിൽ മക്കയിൽ നിന്ന് കൊണ്ടുകൊണ്ട് ആവത്തിൽ വലിയ ബറക്കത്ത്. പിന്നെ അങ്ങോട്ട് എന്താക്കണ്ട, ലഭിച്ചിട്ടുണ്ട് ഉറമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട. അങ്ങോട്ട് നീ കർക്കശാവണ്ട, അങ്ങോട്ട് നീ പറയണ്ട, അങ്ങോട്ട് നീ റഫ് കാട്ടണ്ട, അങ്ങോട്ട് നീന് എന്താക്കണ്ട, നീ ഭയങ്കര സ്ട്രോങ് ആവണ്ട. ആരോട്ട് മക്കളോട്ട് പിന്നെന്താണ് അവർക്ക് എപ്പോഴും അത് ഭാരമാണത് കൊണ്ട്. അത് ഞങ്ങളെത്തേക്കും എന്താടു വലിയ ദിന്ന പോലാടു. അങ്ങനെ ചെന്ന് വിടുവാറുമല്ല. മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ. മരിച്ചു പോകട്ടെ ഉമ്മമ്മ ബാപ്പമ്മ ഭയങ്കര ജോറാക്കിടാറ്. ഇന്ന് ചെന്ന് പോകാറ് ജാഗ്രത ആക്കണം. അതുകൊണ്ട് മയമേ എപ്പോഴും അവരോട് നീ കാട്ടേണ്ടതാ. കാര്യമായ കൈയുടെ പരമാവധി അങ്ങോട്ട് ഭാരി കിർഫത്ത് മേൽ കിർഫമേ കാട്ടണം. എത്ര കിർഫ കാട്ടണു. കിർഫ കാട്ടൊക്കെ ഒരു മിത്തിയുണ്ടല്ലോ. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട്. എവിടെ? മദീനത്തെ പള്ളിയിൽ. അള്ളാഹുവിൻ്റെ റസൂൽ ഇമാം നീണ്ട് നിസ്കരിക്കണല്ലേ മദീനത്തെ പള്ളി. അള്ളാഹുവിൻ്റെ സ്വഹാബാക്കളെല്ലാം എന്താക്കിടാറ്, എല്ലാം ഉള്ളാർക്ക് ഇമാം ജമാഅത്തിനെ അനുസരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുക നിസ്കാരത്തിൽ ഫറൽ നിസ്കാരത്തിൽ സുജൂദിലായിട്ട് സുജൂദിന് എണിക്കണമേ ഇല്ല. ഞങ്ങത്തെ തല ഉദ്ദാക്കി നോക്കി പാടി സുജൂദ് വെച്ചിട്ട് അവിടെ നിസ്കാരം ബാത്തിൽ. തല ഉദ്ദാക്കി ഓർത്താ പാടും സുജൂദ് വെച്ചാണ്ടിട്ട് അവിടെ നിസ്കാരം ബാത്തിൽ. അത് ഞങ്ങൾക്ക് ഒന്നില്ല, ഞങ്ങൾ ഇൽമില്ലല്ലേ. ഞങ്ങൾ ഇൽമില്ല. തല ഉദ്ദാക്കിയിട്ട് പിന്നെ തല വയ്ക്കും പോലല്ല, പിന്നെ ഉദ്ദാക്കിയ തല പിന്നെ ഉദ്ദാക്കിയിട്ടേക്കണം. അങ്ങനെ ഇത്തെങ്കിൽ ആവിടും. ഇത് ഇത്ര നേരത്തെ സഹാബകളെ അള്ളാഹുവിൻ്റെ റസൂൽ ശബ്ദം കേൾക്കാണ്ട് തല ഉദ്ദാക്കല്ലേ. അങ്ങനെ ചെമ്മ നേരത്തിൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലു നിസ്കാരത്തെ എന്താക്കിത്ത് തല ഉദ്ദാക്കിത്ത് നിസ്കാരത്തിലെ തീന്നൽ പിന്നെ കേട്ടാറ് യാ മുത്തു റസൂലുള്ള എന്താ നബി ചെമ്മ ദീർഘമായ സുജൂദിട്ടാറല്ലേ എന്ന് ചെന്നപ്പോൾ നബി ചെന്ന് പറയുന്നു, ഈ മകൻ എന്നെ വാഹനമാക്കലായി അവൻ്റെ ആഗ്രഹം തീർക്കാതെ ഞാൻ ഉയരുന്നത്
എനിക്കിഷ്ടമില്ലത് കൊണ്ട് തന്നാ നീണ്ടത് നോക്കൂ. സുബ്ഹാനല്ലോ. എന്തെന്തോ നണ്ട ഈ പേരക്കുട്ടി എന്ത് നിസ്കരിക്കുമ്പോത്തുക്കൂ ആരത്? ഹസൻ റളിയല്ലാഹു തആല അൻഹു. ആ പേരക്കുട്ടി എന്താക്കിയത്? കുഞ്ചിൽ തെച്ച് കൊടുത്തില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സുജൂദ് പോകുമ്പോൾ കുഞ്ചിൽ തെച്ചപ്പോൾ ഈ പേരക്കുട്ടിയുടെ ആഗ്രഹം ഈ കുഞ്ഞിനെ ഈ നിങ്ങളെ കുഞ്ഞല്ലിതല്ല നിങ്ങളെ മക്കൾ നിങ്ങളെ കുഞ്ഞുങ്ങ നിങ്ങളെ ആഹൃത്തെ കഞ്ഞി ഊട്ട കുഞ്ഞു നിങ്ങൾ ആഹൃത്തെ കഞ്ഞി ചെയ്യുന്നത് നല്ല സന്തോഷത്തിൽ നാല് ആഹൃത്തിലിക്ക അങ്ങനെ ഈ കുഞ്ഞിൻ്റെ തൻ്റെ വാഹനാക്കി തന്നുണ്ട് തല തൻ്റെ കുഞ്ഞിന് മേൽ പറ്റിച്ചിട്ട് ആ കുഞ്ഞൊരു ആഗ്രഹത്തെ ആ കുഞ്ഞ് എത്ര നാൾ നീക്കിടുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടെ അള്ളാഹുവിൻ്റെ റസൂല് ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹാ. അള്ളാഹുവിൻ്റെ റസൂല് വഹി ബറാൻ്റെ ഒന്നും ആക്കല്ല. അപ്പോൾ എന്താക്കിയിട്ട് അള്ളാഹു കിരുപ കാട്ടുക അവിടെ സമയത്ത് നിസ്കാരത്തിൽ പോലും മക്കളുടെ കിരുപ കാട്ടകൂ അള്ളാഹുടെ കൽപ്പന. അതുകൊണ്ടൊന്നുണ്ട് സുജൂദ് ദീർഘായി വിടുത്തു ആ കിടാവതായിട്ട് ഇൽജൽ പിന്നെ ഞാൻ സുജൂദ് എണിച്ചോ എന്ന് ചൊല്ലാറ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ ഉമ്മമാരും ബാപ്പന്മാരും പ്രത്യേകം ബാപ്പന്മാർ ഭയങ്കര കർക്കശത ഞങ്ങൾ ഭയങ്കര കഠോര ഞങ്ങളുടെ മക്കളിട്ടു. അള്ളാഹുവിൻ്റെ മഹലായ ഫദൽ കൊണ്ട് നീ പുറത്തുപെട്ട എല്ലാ മഹാന്മാരും ഞങ്ങളുടെ മക്കളിട്ടെല്ലാം അങ്ങേറ്റം കിർവ കാട്ടും നീ അവതാക്കുക അള്ളാഹ്. കാരണം ഞാൻ സുജൂദറോ ചെല്ല ലേറ്റായിട്ട് സ്വഹാബാക്കളെ എന്ന് ചെല്ലുവാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് എന്താ കൊടുത്തത്? ധാരാളം മുന്നാഫിയെ കൊടുത്തിട്ട് കിർവ കാട്ടുന്നു. കിർവ കാട്ടി നാലാഹൃത്ത് പോയപ്പോൾ ചിന്തകൾ നിങ്ങൾ മരിച്ചാൽ പിന്നെ നിങ്ങൾ നല്ല കാര്യമായി കിർവ കാട്ടുക. അതുകൊണ്ട് അതിനൊക്കെ കിർവ കാട്ടിക്കൊണ്ട് മക്കളെ ഷാപ്പി കാട്ട, മക്കളെ ഷപ്പി കാട്ട, മക്കളെ ഇൻസൾട്ടാക്കട്ട, മക്കളെ ദൂരാണ്ട എല്ലാം പാലിസാക്കിക്കൊണ്ട് ആ എത്ര പെരുസത്തോടു കൂടി എല്ലാ അതിലൊക്കെ ഇൻഷാല്ല ധാരാളം മുന്നാഫി കൊടുക്കൂ. ഇൻഷാല്ല പ്രയത്നാക്കും. എന്തിക്ക് അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു ഖുർആനിൽ ചെന്നു യാ അയ്യുഹല്ലദീന ആമനൂ ഈമാൻ എന്ന നിങ്ങളെ വിളിച്ചു ചെന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഈമാൻ എന്ന് നിങ്ങളെ വിളിച്ചു ചെന്നു. അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നരകത്തോട് നിങ്ങൾ ബച്ചവാറു, നിങ്ങളുടെ കുടുംബക്കാരെ ബച്ചവാക്കും. കുടുംബ ചിന്താറ് നിങ്ങളെ പെഞ്ചിമ്പക്ക. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ എന്താക്കണം? ബച്ചവാക്കണം. ചിന്തകൾ കിർപ്പത്തോടു കൂടി അങ്ങനെ നരകത്തോട്ട് ബച്ചാക്കും എല്ലാം ഏർപ്പാടുണ്ടാക്കും. കൈയുടെ പരമാവധി അങ്ങ് ഹറാമായി സ്വറാക്കാത്ത പോലെ ഫർലായ കാര്യം വിടാത്ത പോലെ എന്തെല്ലാം ജാഗ്രത ആക്കിയിട്ട് കൈയുടെ പരമാവധി അങ്ങോയിൽ മുന്നാഫി ധാരാളം ചെന്നുണ്ട് അല്ലെങ്കിൽ കൊടുത്തുണ്ട് കൊടുപ്പാട്ടുള്ള വ്യവസ്ഥ ആക്കിയുണ്ട്. എന്തെങ്കിൽ നിങ്ങളെ എല്ലാ നിങ്ങളുടെ മക്ക നിങ്ങളെ പെഞ്ഞിമൊക്കെ നിങ്ങളെ ആഹൃത്തോ ആസ്തിയാടുകൾ പ്രത്യേകമായി നിങ്ങളുടെ മക്ക സുബ്ഹാനല്ലാഹ് മക്ക എന്താ അവിടെ ആഹൃത്ത് വലിയ ആസ്തി അവിടെ ഇത്ര ചെന്ന് മക്കളോട്ട് എല്ലാവരും ഒരേപോലെ കിരപ്പ കാട്ടു ചെന്നു അള്ളാഹിൻ്റെ റസൂൽ. എത്ര ചെന്ന് ആസ്തി ഓതിപ്പിക്കണമെങ്കിലും ഹയാത്ത് കാലത്ത് വിക്കടെ ഒരേപോലെ കൊടുക്കണം എന്ന് ചെന്നു. ആസ്തി ഓതിപ്പിക്കണോ പാപ്പ അബ്ബ ഹയാത്ത് കാലത്തിൽ പെണ്ണു കാണുക ഒരേപോലെ കൊടുക്കണം. മറിച്ചാൽ പിന്നെ മാത്ര പെണ്ണുക്ക് പാതി ആൺമക്ക ഇടി കിട്ടണോ അത്ര കിരപ്പ കാട്ടണു ചെല്ലാറ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക നിങ്ങൾ ആഹൃത്തോ ആസ്തിയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് എന്താ കൊണ്ടതൊക്കെ എന്ത് വേണു ഈ മക്കൊന്നും അങ്ങനെ കണക്കിലെടുക്കില്ല. എന്തെങ്കിലും ഉമ്മമാർ ബാപ്പന്മാർ ചെല്ലാറില്ലേ എത്രയോ പക്ക ചെല്ലാറ് മക്ക നിങ്ങളെന്താ കണക്കിലെടുത്തോണ്ടില്ല ഉമ്മയുടെ ബാപ്പടല്ല. എന്തുകൊണ്ട്? കാരണം മക്കോ ദീനിയായ ഇൽമ പഠിപ്പാട്ടില്ല. ദീനിയായ ഇൽമുന്നാഫി അതായത് ദീനിയായ ഇൽമ പരിപാടി ഉമ്മാറ് ബാപ്പാറ് എന്നുള്ള അറിവ് ആ ജ്ഞാന ആ ഇൽമണ നിങ്ങൾ കൊടുത്തില്ല. അതുകൊണ്ടേ നിങ്ങളെ ബാപ്പയുടെ ഉമ്മയുടെ ബാപ്പ അങ്ങനെ ബാപ്പയുടെ ഉമ്മയുടെ അങ്ങ് കണക്കിലെടുക്കാണ്ടിക്കുക. കാരണം അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക കൈയുടെ പരമാവധി നിങ്ങളെ മക്കോ ഇൻഷാല്ലാഹ് ധാരാളം ഇൽമുന്നാഫിയ കൊടുത്തിട്ട് നിങ്ങളെ മക്കളെല്ലാം ആഹൃത്ത് വലിയ ആസ്തിയാക്കുക. അത് അള്ളാഹു നിങ്ങൾ കൈയും ശക്തിയും ആത്മനിർഭരമൊക്കെ പ്രദാനം ചെയ്തിട്ട് ഷവ്വാലിൻ്റെ തീന്തല്ലേ. അതുകൊണ്ട് മക്കളെല്ലാം എവിടെല്ലാം സേർപാട്ടുക എല്ലാവരും എവിടെല്ലാം സേർപാടില്ല മക്കളെ ദീനിയായ ഇൽമുകും എത്ര വേഗമെല്ലാം മക്കളെ സേർപാടിയിട്ട് ഒന്നരിക്കലോ മദ്രസക്ക് അല്ലെങ്കിൽ ദർസക്ക് അല്ലെങ്കിൽ ഓത്തുപള്ളിക്ക് എല്ലാം സേർപാട്ടിട്ട്
മക്കളെ ഇൻഷാ അല്ലാ ദീനിയായ ഇൽമു ധാരാളം കൊടുക്കട്ടെ. സ്വാലിഹ്യങ്ങളോടുകൂടി ദീനിക്ക് ഒന്നാം സ്ഥാനം. പിന്നെ എത്ര ഇൽമു, ഏത് ഇൽമു, ഇംഗ്ലീഷ് എത്ര വേണമെങ്കിൽ ഏതെല്ലാം ഉണ്ട്, എല്ലാ ഭൂമിയുടെ മേലുള്ള എല്ലാ ഇൽമു കൊടുക്കുന്നത് ഇസ്ലാമിൻ്റെ വിരോധമില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട എല്ലാ ഇൽമും എത്ര ഭാഷ വേണ്ടി പഠിക്കുക. 700 ഭാഷ ഉണ്ട് ഭൂമിയിൽ. ആ 700 ഭാഷ നമുക്ക് പഠിപ്പാട്ടുള്ള എല്ലാ ഇൽമും കൊടുക്കുക. ഒന്നാമത്തെ സ്ഥാനം ആ ഇൽമിൽ എല്ലാത്തിലും ഒന്നാമത്തെ സ്ഥാനം ദീനിയായ ഇൽമു. അത് കൊടുത്തിട്ട് ഇൻഷാ അല്ലാ മക്കളെല്ലാം വലിയ നിങ്ങളെ ആഖിറത്തിൽ ആസ്തിയാക്കുക. നിങ്ങളെ മക്കളെല്ലാം നിങ്ങളുടെ കിർഫ കാട്ടറോ, നിങ്ങളുടെ നല്ല പിർസ കാട്ടറോ. നിങ്ങളെ ആഖിറത്ത് നിങ്ങൾ പോയാൽ പിന്നെ കബർക്ക് നാൾക്കും ദുവാർ കൂടെ കബറിൻ്റെ മുട്ട വാർത്ത് ഓർക്കೈ നിങ്ങൾക്ക് ಕನಿಷ್ಠ ವಾರ್ತೆ ವರ್ಕ ಅಲ್ಲೇ ಕೊಂಟು ಅಲ್ಲಿ ಒಂದು ತಿಂಗಳಿಗೆ ವರ್ಕ, ಒಂದು ತಿಂಗಳಿಗೆ ಆಯ್ಲಿ ಒಂದು 6 ತಿಂಗಳಿಗೆ ವರ್ಕ, 6 ತಿಂಗಳಿಗೆ ಆಯ್ಲಿ ಒಂದು ವರ್ಷದ ವರ್ಕ. നിങ്ങൾ കബറിൻ്റെ മുട്ട വന്ന് ദ്വാര കൊടുക്കുക. എല്ലാ കൈവും ഇൻഷാ അല്ലാ മക്കളും നിങ്ങൾ ഇട്ട് കൊടുക്കുക. നിങ്ങളെ മക്കൾ നിങ്ങളെ നല്ല ആഖിറത്ത് സ്വത്താക്കിയിട്ട് ഇൻഷാ അല്ലാ നിങ്ങളെ മക്കളും പഠിച്ചവൻ ധാരാളം ഉന്നാഫി നീ പ്രധാനിച്ച റഹ്മാൻ. നിങ്ങളെ മക്കളെല്ലാം പഠിച്ചവനെ എല്ലാം പൈസ ആക്കട മക്ക മാത്രം ആക്കണ്ട, എല്ലാം പഠിച്ചവൻ നിങ്ങളെ കിരുഫ കാട്ടിയിട്ട് വാപ്പന്മാർ ഉമ്മാട്ട് അങ്ങേറ്റം കിരുഫ കാട്ടിയിട്ട് അങ്ങനെ സന്തോഷമാക്കട മക്കൾ കൊടുത്ത് നിങ്ങളുടെ മക്കളെല്ലാം പെടുത്തിട്ട് പഠിച്ചവനെ. നിങ്ങളുടെ മക്കൾ ധാരാളം ഇൽമു കൊടുത്തിട്ട് പഠിച്ചവനെ ആലിമാക്കൂ, മുതാലിമാക്കൂ, നീ ഭാഗ്യം ഉണ്ടാക്കുക. അല്ലാഹ് بحق سيدنا مصطفى محمد صلى الله عليه وسلم. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله.